സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാമത്തെ സെമസ്റ്ററിലെ കമ്പ്യൂട്ടർ സയൻസിലുള്ള 2 പേപ്പറുകളിൽ ഒരു പേപ്പറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന പേപ്പർ. മറ്റു പേപ്പറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ഒരു തിയറി പേപ്പർ ആണെങ്കിലും ആ തിയറിക്ക് ലാബ് 4 സെമസ്റ്ററിൽ ഇല്ലെങ്കിലും ഈ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ മേജർ പ്രോജക്റ്റ് 6ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രാക്ടിക്കൽ നോളജ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പറിൽ നിന്നാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരു തിയറി പേപ്പറിന് 100 മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് 100 മാർക്ക് തിയറിയും ഉണ്ട്, 6 സെമസ്റ്ററിൽ ചെയ്യുന്ന പ്രോജക്റ്റിന് 100 മാർക്കും ഉണ്ടായിരിക്കും. പക്ഷേ മറ്റു ഭാഷകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതാത് സെമസ്റ്ററുകളിലാണ് ലാബ് ചെയ്തു പോവുക. ഇവിടെ നേരിട്ട് ലാബ് ചെയ്യാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പുറത്ത് കമ്പനികളിൽ പോയി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ആദ്യമായി നമുക്കതിൻ്റെ സിലബസിലേക്ക് ഒന്ന് പോകാം. സിലബസ് പ്രധാനമായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു സബ്ജക്റ്റുകൾ പോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് 4 മോഡ്യൂളുകൾ കാണുവാനായിട്ട് കഴിയും. 4 മോഡ്യൂളുകൾ. ഒന്നാമത്തെ മോഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഇൻട്രൊഡക്ഷനെ പ്രതിപാദിക്കുന്നതാണ്. അതിനകത്ത് ഇൻട്രൊഡക്ഷനോടൊപ്പം തന്നെ ചേർന്ന് പല തരത്തിലുള്ള ഡെവലപ്മെന്റ് മോഡൽസിനെ പറ്റിയും അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. രണ്ടാമത്തെ മോഡ്യൂളിനകത്ത് നിങ്ങളിവിടെ കാണുന്നത് പോലെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റും റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷനും ആണ് ഉൾപ്പെടുത്തിയിരിക്കുക. തുടർന്ന് മൂന്നാമത്തെ മോഡ്യൂളിൽ സോഫ്റ്റ്വെയർ ഡിസൈനെ പറ്റിയും പലതരത്തിലുള്ള ഡിസൈൻ, ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈനും യൂസർ ഇന്റർഫേസ് ഡിസൈനെ പറ്റിയും പ്രതിപാദിക്കുന്നു. അവസാനത്തെ മോഡ്യൂൾ കോഡിങ്ങും ടെക്സ്റ്റിങ്ങിനെയും പ്രതിപാദിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ റിലയബിലിറ്റി, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇത്രയും ടോപ്പിക്കുകൾ അതിനകത്തും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റഡിക്കായിട്ട് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റെജിബ് മാളിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ടെക്സ്റ്റ് ബുക്കാണ്. 15 ചാപ്റ്ററുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആ ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ചാപ്റ്ററുകൾ ഭാഗികമായി 11 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല 11 ചാപ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം 11 ചാപ്റ്ററുകളുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അത്രയും കൂടുതൽ പോർഷൻ ഉണ്ട് എന്ന് കരുതണ്ട. നമ്മൾക്ക് നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുക. പ്രിന്റ് ഈസ് ഓൾ ഓഫ് ഇന്ത്യയാണ് പബ്ലിഷർ. 600ഓളം പേജ് വരുന്നതും 425 രൂപ വില വരുന്നതുമാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്ന് നിർബന്ധമില്ല. സിലബസിനകത്ത് ഇതിൻ്റെ 4th എഡിഷനാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സാധാരണ നിങ്ങൾക്ക് 5th എഡിഷൻ മാത്രമേ മാർക്കറ്റിൽ ലഭ്യമാകൂ. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ 1/3 മാത്രമേ നമുക്ക് സിലബസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് സിലബസ് മുഴുവനും ഈ പുസ്തകത്തിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുസ്തകം മുഴുവനായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ള പ്രധാന കാര്യം. ഇനി നമുക്ക്
ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു 15 ചാപ്റ്ററുകളാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക. ആ ചാപ്റ്ററുകളിലൊക്കെ അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. അത് എൻലാർജ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ എന്നും സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്നുള്ള 2ാമത്തെ ചാപ്റ്റർ, സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് 3ാമത്തെ, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ 4, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തത് ഫങ്ഷൻ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ. 7ഉം 8ഉം ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. 9ാമത്തെ ചാപ്റ്റർ യൂസർ ഇന്റർഫേസ് ഡിസൈൻ, 10ാമത്തെ കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ്, 11ന്റെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, 12 പഠിക്കാനായിട്ടില്ല. 13 സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്, 14 സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, 15 എമർജിംഗ് ട്രെൻഡ്സ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ചാപ്റ്ററുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ 2 വാക്കുകൾ, സോഫ്റ്റ്വെയർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചിതമാണ്. എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് അത്ര പരിചയമില്ല എങ്കിലും നിങ്ങൾക്കറിയാം. സയൻസും എഞ്ചിനീയറിംഗ്, ഇപ്പം നിങ്ങൾ സയൻസ് വിദ്യാർത്ഥികളാണ്, BSc ഫിസിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നിങ്ങളോടൊപ്പം പഠിച്ച കുട്ടികൾ പലരും എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമായിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സിനാണ് പോയി. ഇവ തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സയൻസ് പഠിക്കുന്നു, നിങ്ങൾ തിയറി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പ്രോഡക്റ്റ് എങ്ങനെ നിർമ്മിക്കാം, അവർ പഠിച്ച തിയറി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതലും പഠിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പോകുന്നുണ്ട്. പോളിടെക്നിക്കലിനകത്താണെങ്കിൽ കൂടുതലായിട്ടും അതിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. തിയറി ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇംപ്ലിമെൻറ്റേഷനിൽ സക്സസ് ആകാനായിട്ട് കഴിയത്തുള്ളൂ. എഞ്ചിനീയറിംഗ് അപ്രോച്ച് നമ്മൾ നോക്കുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അനലോജി, ഒരു സാധനം നമ്മളൊരു തിയറി നമ്മൾ പഠിക്കുമ്പോൾ ആ തിയറി എങ്ങനെ നടപ്പിലാക്കാം, പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ധാരണ വരുത്തുന്നതാണ് എഞ്ചിനീയറിംഗ് അപ്രോച്ച്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ഇത്തരത്തിൽ നമ്മൾ തിയറി ഇത്രയും സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഏതൊരു കൺസ്ട്രക്ഷൻ്റെയും അടിസ്ഥാനം നിങ്ങൾക്കറിയാം, ടെക്നിക്സ് ആണ്. ഏതൊരു നിർമ്മാണവും നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന എന്ത് ടെക്നോളജി അപ്ലൈ ചെയ്യാം. സപ്പോസ് ഒരു വീട് നിർമ്മിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള വീട് വേണം, അല്ലെങ്കിൽ ബെക്കറായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് വേണം, അല്ലേ? എന്ത് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും. ആദ്യം തീരുമാനമെടുക്കും. പിന്നെ നമ്മൾ തീരുമാനിക്കുന്ന എന്ത് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മെത്തഡോളജി അപ്ലൈ ചെയ്യുന്നു. പ്രൊസീജിയർ ഓറിയന്റഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ്, ഓബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ്. അത്തരത്തിൽ ഇഷ്ടമുള്ള മെത്തഡോളജി നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ട്. പിന്നെ ചില ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ അനുവർത്തിച്ചേ മതിയാവൂ. അപ്പോൾ ഇതിനെല്ലാം കരണീയം എന്ന് പറയുന്നത് പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതിന് പ്രധാനപ്പെട്ടതാണ്. ഏതൊരു നിർമ്മാണത്തിന് ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ കൺസ്ട്രക്ഷൻ നടത്തി പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേ നമ്മൾ പോകത്തുള്ളൂ. എന്തൊരു കാര്യവും നിർമ്മിക്കണമെങ്കിൽ പരിചയം പ്രധാനമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഇത്രയും സെമസ്റ്ററുകളിൽ പല സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ പല പ്രോഗ്രാമുകളും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പ്രോഗ്രാമുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നമ്മൾ ഇന്നുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സജ്ജമാകുമ്പോൾ ചില ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. IEEE എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ അവർ കൊടുത്തിരിക്കുന്ന നിർവചനം ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻഡ്, quantifiable approach to the development.
സ്വാഭാവികമായിട്ട് ഒരു ഡെവലപ്മെന്റ് സക്സസ് ആകണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകണം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യം എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം എന്താണ്, ദർ ഷുഡ് ബി ആൻ ഓർഡർ. അതാണ് സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗൈഡ് ലൈൻസ്, പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ അതുപോലെയാണോ ഫോളോ ചെയ്യുന്നത്, അതാണ് ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ടൊരു അസൈൻമെന്റ് എഴുതാൻ അധ്യാപകൻ ആവശ്യപ്പെടുന്നു, കുറെ നിർദ്ദേശം നൽകിയിരിക്കുന്നു അല്ലെ, അത് എത്ര പേജ് ഉണ്ടാകണം, എന്തൊക്കെ ടൈറ്റിൽസ് അതിനകത്ത് ഉണ്ടാകണം, അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫുൾ മാർക്ക് ലഭിക്കുക. അപ്പോഴതാണ് ഡിസിപ്ലിൻഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം നൽകിയിരിക്കുന്ന നിയമത്തെ ഗൈഡ് ലൈൻ അടിസ്ഥാനപ്പെടുത്തി ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ വാക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിഫയബിൾ അപ്രോച്ച് എന്നുള്ളതാണ്. ഏതൊരു എഞ്ചിനീയറിംഗ് അപ്രോച്ചും ക്വാണ്ടിഫയബിൾ ആണ്, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. ക്വാണ്ടിഫയബിൾ എന്ന് പറയുന്നത് എത്രമാത്രം നിങ്ങൾ പൂർത്തീകരിച്ചു, എത്ര ശതമാനം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരു വർക്ക് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ അതിന്റെ എത്ര പെർസെൻറ്റേജ് പൂർത്തീകരിച്ചു, ഇത് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റണം, മെഷർ ചെയ്യാനായിട്ട് പറ്റണം. ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ചിലും നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിനകത്ത് പറയുന്ന ഡെഫിനിഷനിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇത് ഡീൽ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡീൽ ചെയ്യുന്നത് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ. രണ്ട് കാര്യമുണ്ട്. ഒരു സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് നൽകണം, എന്തൊക്കെ ഓപ്പറേഷൻസ് അത് നിർവഹിക്കണം, ആ കാര്യങ്ങളും എത്തരത്തിലുള്ള മെയിൻ്റനൻസ് ആ സോഫ്റ്റ്വെയറിൽ പോസിബിൾ ആണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ മെയിൻ്റനൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ചോദിക്കും, എത്ര കാലം ഇതിന് നിലനിൽപ്പുണ്ട്, എത്ര രൂപ നമുക്ക് ഒരു കാറ് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും. കാറ് മേടിക്കാൻ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എത്രയാണ്. സ്വാഭാവികമായിട്ടും മെയിൻ്റനൻസ് കോസ്റ്റ് ഒത്തിരി കൂടുതലായിട്ടാണെങ്കിൽ നമ്മൾ അത്തരം സാധനങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ അതൊരു പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു, എന്തൊക്കെ മെയിൻ്റനൻസ് സാധ്യമായി തീരും, ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡീൽ ചെയ്യുന്നത് എങ്ങനെ ഈ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തന്നെ അറിയാം, ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ പരാജയപ്പെടാനായിട്ടുള്ള സാഹചര്യമുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ പരാജയപ്പെടാം. എന്തൊക്കെ സാധ്യതകളുണ്ട്, പരാജയപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അതിലേക്കാണ് ഇനി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. സോഫ്റ്റ്വെയർ നമ്മൾ സജ്ജമാക്കുമ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ലേ, കൺസ്ട്രക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, വഴിയിൽ തകരാറിലാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മൾ ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ക്രൈസിസ് നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നിങ്ങളിവിടെ കാണുന്ന പോലെ ഫെയിൽ ടു മീറ്റ് യൂസർ റിക്വയർമെന്റ്. ചില സമയത്ത് നമ്മൾ യൂസർ കുറേയധികം റിക്വയർമെന്റ് പറയുന്നു, അതെല്ലാം ചെയ്യാമെന്ന് കരുതി നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് എടുത്തു ചാടുന്നു. വഴിയിൽ വെച്ച് നമ്മൾ മനസ്സിലാകുന്നു വി ആർ അണേബിൾ ടു ഡു ഓർ അണേബിൾ ടു മീറ്റ് ഓൾ ദി യൂസർ റിക്വയർമെന്റ്. യൂസർ പറഞ്ഞ എല്ലാ റിക്വയർമെന്റും നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാകുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എഴുതിയ പ്രോഗ്രാമിനകത്ത് നമ്മുടെ തമ്പ് റീഡ് ചെയ്യാനായിട്ട്, പഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകും. നിങ്ങൾ ചെയ്തു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിന് കോഡ് എഴുതാനായിട്ടുള്ള കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ് നിങ്ങളുടെ സോഫ്റ്റ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വരുന്നതിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുന്നുണ്ട്.
രണ്ടാമത്തെ ഒരു സാഹചര്യം, സോഫ്റ്റ്വെയർ പകുതി വഴിയിൽ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചിലവ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്നു. തരാം. ഒരാളൊരു കോൺട്രാക്ട് എടുത്തു, 1,00,000 രൂപ കോൺട്രാക്ട് എടുക്കുന്നു. ചെയ്തു വരുന്ന സമയത്ത് ആ 1,00,000 രൂപയിൽ നിർത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങൾ സോഫ്റ്റ്വെയർ ഒരു ക്രൈസിസിനെ നേരിടും എന്നുള്ളതിൽ സംശയമില്ല. മൂന്നാമതായിട്ട്, സോഫ്റ്റ്വെയർ ആൾട്ടർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടായി, പക്ഷെ ആ സോഫ്റ്റ്വെയറിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ കസ്റ്റമർ സാറ്റിസ്ഫൈ ആവത്തില്ല. കസ്റ്റമർ സോഫ്റ്റ്വെയർ വാങ്ങുന്നത് ലോങ് റണ്ണിൽ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ ആ ലോങ് റണ്ണിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ, അത് ആൾട്ടർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പിന്നെ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയാത്ത ഒരു രീതി സംജാതമാണ്. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയറിൽ ഒരു ബഗ് ഉണ്ടായി, പക്ഷെ ആ ബഗ് ഡീബഗ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നിലവിലെ ചില സാധനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ, ആൾട്ടർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, ആൾട്ടറേഷൻസ് പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന എററുകൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു, അത് ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം അറ്റാച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ മാർജിൻ ഫ്രീയിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ആ സോഫ്റ്റ്വെയറിനകത്ത് ഓരോ പ്രോഡക്റ്റിന്റെ കോഡ് എൻട്രി ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ആ സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്ന സംവിധാനം വന്നത്. ഇപ്പോൾ ബാർകോഡ് റീഡർ ഇതിനകത്ത് എങ്ങനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും? ബാർകോഡ് റീഡറും കൂടെ എടുക്കുന്ന രീതിയിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ എൻഹാൻസ് ചെയ്യാം? സ്വാഭാവികമായിട്ട് അതിന് പറ്റണം എന്നുള്ളതാണ്. അതിന് പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ ഉപേക്ഷിക്കും, സോഫ്റ്റ്വെയർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല എന്ന് കാണാനായിട്ട്. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുന്നു, പക്ഷേ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാനായിട്ട് സമയം കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം. നിങ്ങളുടേതല്ലാത്ത കുറെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ, ചില ടെക്നോളജികൾ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞതിനേക്കാളും സമയം നിങ്ങൾ ഡെവലപ്മെന്റിന് വേണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ എന്ത് പറയും? എനിക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട എന്ന് ഉപേക്ഷിച്ചു പോകാം. ചില ഹോട്ടലിലൊക്കെ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം ഇരുന്നിട്ടും ഭക്ഷണം വരുന്നില്ല, നമുക്ക് കുറച്ച് തിരക്ക്, നമ്മൾ ഓർഡറും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പറയും ഇനി എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങിപ്പോകുന്നു, കാരണം എനിക്ക് കുറച്ച് തിരക്കാണ്. അത് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ഡെവലപ്പ് ചെയ്യാനായിട്ട് വേണ്ടി വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് കാണാനായിട്ട്. അഞ്ചാമതായിട്ട് പറയുന്നത്, യൂസ് ഓഫ് റിസോഴ്സസ് നോൺ ഓപ്റ്റിമലി. ഓപ്റ്റിമലായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുന്നില്ല. ഓപ്റ്റിമലായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ കാരണം, നഷ്ടപ്പെടുത്താതെ ഏറ്റവും മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. ഏതൊരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഉദ്ദേശം അത് തന്നെയാണ്. ഞാനൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം ഉപയോഗിക്കണം. ഇപ്പം ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് ഞാനൊരു വെഹിക്കിൾ വാങ്ങി, അതെനിക്ക് മാക്സിമം മുതലാക്കണം എന്നൊക്കെ പറയുന്നതാണ് ഓപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ റിസോഴ്സസ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വേണം സോഫ്റ്റ്വെയർ സജ്ജമാക്കേണ്ടതെന്ന് കാണാം. സോഫ്റ്റ്വെയർ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. 1960 മുതലാണ് ഒരു പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണാനായിട്ട് കഴിയും. അന്നുണ്ടായിരുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോസ്റ്റ് വളരെ ഹൈ ആയിരുന്നു, വലുതായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയെടുക്കുക അക്കാലത്തിൽ എളുപ്പമായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾ കുറഞ്ഞു ഇപ്പൊ 2020 എത്തിയപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, റിലേറ്റീവ് കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഈസ് കമ്മിങ് ഡൗൺ എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്ന ചെലവ് കുറച്ച് നമുക്ക് കാലം കഴിയും തോറും കൊണ്ടെത്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഈ ഗ്രാഫിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്ന സംഗതി. ഇതൊക്കെയാണെങ്കിലും സ്റ്റാൻഡിഷ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് കഴിയുന്ന സംഗതി, 28% സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുകൾ മാത്രമേ സക്സസ് ആകുന്നുള്ളൂ എന്ന് കാണാനായിട്ട് കഴിയും. 49% ബഹുഭൂരിപക്ഷം വരുന്ന പ്രോജക്റ്റുകളും ഡിലേ അല്ലെങ്കിൽ കോസ്റ്റ് ഓവർ റണ്ണായി ഉപേക്ഷിക്കേണ്ട സംഗതിയിലേക്ക് വരുന്നു. ഒന്നുകിൽ അത് ഡിലേ ആവുന്നു, അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ചിലവുണ്ടായി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു. 23% പ്രോജക്റ്റുകളും റെഡ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്.
ക്യാൻസൽ ചെയ്തു പോകുന്നു, മറ്റു കാരണങ്ങൾ. അതിനർത്ഥം വെറും 28% പ്രോജക്റ്റുകൾ മാത്രമേ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുകൾ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. അതിനുള്ള കുറച്ചധികം കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു അല്ലെ. ആ കാരണങ്ങളൊക്കെ കൃത്യമായി അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് റേറ്റ് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയുള്ളൂ എന്ന് സാരം. അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ക്രൈസിസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളെടുത്ത പ്രോബ്ലം വളരെ വലുതാകുന്നു, നിങ്ങളാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പ്രോബ്ലംസിന്റെ സൈസ് വളരെ വലുതാകും, മാനേജ്മെന്റ് ശരിയാകുന്നില്ല, മാനേജ്മെന്റ് ബിക്കം പുവർ അല്ലെ, പുവർ പ്രോജക്റ്റ് മാനേജ്മെന്റ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഷോപ്പിൽ കസ്റ്റമറെ കൃത്യം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അവരെ അഡ്രസ് ചെയ്യാൻ, അവരുടെ റിക്വയർമെന്റ് അഡ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അതിനകത്ത് ഷോപ്പ് ചെയ്യാനായിട്ട് നിൽക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റ് പൂറായി മാറുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ ഷോപ്പ് ഉപേക്ഷിച്ച് മറ്റു ഷോപ്പുകളിലേക്ക് പോകും. ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും ബാധകമാണെന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് അഡിക്വേറ്റ് ട്രെയിനിങ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. കൃത്യമായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാതെ നമ്മൾ ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസിസിലേക്ക് എത്തും. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്കിൽ ഷോർട്ടേജ്. സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാർ ഈ മേഖലയിൽ ഇല്ലാതിരിക്കുന്നത് ക്രൈസിസിന് ഒരു കാരണമായി മാറുന്നു എന്ന് കാണാൻ കഴിയും. പിന്നെ ലോ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ്സ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒരാളെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അയാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും നിർമ്മിക്കുന്ന സാധനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതാ പ്രൊഡക്ടിവിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാതിരിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ട് അതൊരു ക്രൈസിസിലേക്ക് നമ്മെ തള്ളിവിടും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ അടുത്ത് കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉണ്ടാകാമായിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെയാണ് അവിടെ ഞാൻ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട്, ഒരു കസ്റ്റമർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇത്തരത്തിലുള്ള ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ പിക്ചറിൽ അത് കാണിച്ചിരിക്കുന്നു. കസ്റ്റമർ ഇതാണ് ഉണ്ടാകാനായിട്ട് ഡെവലപ്പറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രോജക്റ്റ് ലീഡർ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കാനായിട്ടാണെന്ന് കാണാനായിട്ട്. രണ്ടാമത്തെ പിക്ചർ അത് യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ലീഡർ അനലിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞ്, അനലിസ്റ്റ് ഡിസൈൻ ചെയ്തപ്പോൾ സംഗതി ഇങ്ങനെയായി, അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതാണ്. പക്ഷേ മൂന്നാമത്തെ പിക്ചറിൽ അനലിസ്റ്റ് സിസ്റ്റം അനലിസ് ചെയ്ത ആൾ മനസ്സിലാക്കിയത് ഇത്തരത്തിലാകും. അത് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഐഡിയ ഇത്തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അത് ഒരു ബിസിനസ് കൺസൾട്ടന്റ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ, ബിസിനസ് കൺസൾട്ടന്റ് പോയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്, ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രോജക്റ്റ് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്യുമെന്റിനകത്ത് ഒന്നുമില്ല. ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പ്ലെയിൻ അല്ലെ. അവിടെ ഈ നിഴൽ മാത്രമേ കാണുന്ന തരത്തിലേക്ക്, മറ്റൊന്നുമില്ലാത്ത തരത്തിലേക്ക് പ്രോജക്റ്റ് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ലഭ്യമാകുന്ന ഓപ്പറേഷൻസ്, ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് നൽകുന്ന എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന ഈ ഒരു ചരട് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആള് ബില്ല് ചെയ്തിരിക്കുന്ന ബില്ലിൽ നോക്കിയിരിക്കുന്ന ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബില്ലിംഗ് ഡീറ്റെയിൽസ്. എന്നാൽ സപ്പോർട്ട് ചെയ്ത ടീം നിങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രമാണ് നൽകുന്ന സപ്പോർട്ട് എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷേ കസ്റ്റമർ റിയലി ആവശ്യമായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു ടയർ മരത്തിന്റെ ചില്ലയിൽ തൂക്കിയിടണം എന്നുള്ളതാണ് കസ്റ്റമർക്ക് യഥാർത്ഥത്തിലുള്ള റിക്വയർമെന്റ് ആയിരുന്നത്. പക്ഷേ ആ റിക്വയർമെന്റ് ആണ് കസ്റ്റമർ പറഞ്ഞു വന്നപ്പോൾ ഈ രീതിയിലായത്. അത് പ്രോജക്റ്റ് ലീഡർ മനസ്സിലാക്കിയപ്പോൾ ഈ രീതിയിലേക്ക് മാറുന്നു. അനലൈസ് ചെയ്ത ആള് ഈ രീതിയിലേക്ക് അനലൈസ് ചെയ്തിട്ട് ഡിസൈനർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്രോഗ്രാമർ ഈ രീതിയിൽ മനസ്സിലാക്കുന്നു. ബിസിനസ് അനലിസ്റ്റ് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു. ഡോക്യുമെന്റ് ചെയ്ത ആള് വേറൊന്ന് എഴുതുന്നു. ഓപ്പറേഷൻസിനെ പറ്റി ഡീൽ ചെയ്യുന്ന ആൾ, ഓപ്പറേഷൻസ് മാനേജർ മറ്റൊരു പിക്ചർ നമുക്ക് നൽകുന്നു. ബില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് പുലബന്ധമില്ലാത്ത രീതിയിലേക്കാവുന്നു. സപ്പോർട്ട് ടീം മറ്റൊന്ന് നൽകുന്നു. കസ്റ്റമർ റിയലി മനസ്സിലാക്കുന്നത് മറ്റൊന്നായി. ഇതിൽ നിന്നും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ടീമുകളൊക്കെ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ സക്സസ് ആയി മാറുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറും നമ്മൾക്ക്
ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപായി വളരെ തറോ ആയിട്ടുള്ള ഒരു അനാലിസിസ് അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ മനസ്സിലാക്കിയെടുക്കുന്ന അനാലിസിസിനനുസരിച്ച രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ആൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അവിടെ പാളിച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ ഡിസൈൻ ചെയ്യുന്ന സംഗതികൾ ഒരു പ്രോഗ്രാമറുടെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ ആ പ്രോഗ്രാമർ കൃത്യമായി അതിനെ നിർവചിക്കാനും ഡിസൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം എഴുതുന്ന പ്രോഗ്രാമിലെ തെറ്റുകൾ സംഭവിക്കും. അതിനുശേഷം പ്രോഗ്രാം തെറ്റിയതിനു ശേഷം പിന്നെ ഡോക്യുമെന്റ് ടീം ഇതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നു, ഇതിന്റെ ടെസ്റ്റിംഗ് ടീം ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ശരിയെന്ന് ഉറപ്പുവരുത്തുന്നു. അത്തരത്തിലുള്ള പല സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഒരു സോഫ്റ്റ്വെയർ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇൻസ്റ്റലേഷന് പരുവപ്പെടുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചെങ്കിലും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് മുതൽ ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, റിഫ്ലക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, അതാത് സ്റ്റേജുകളിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് അവസാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ വളരെ വികലമായിട്ടുള്ള, കസ്റ്റമർ പ്രതീക്ഷിക്കാത്ത, കസ്റ്റമർ ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു പോകും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ ഓരോ സ്റ്റെപ്പുകളും പ്രധാനപ്പെട്ടതാണ്. ആ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പിലും ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്നത് നഷ്ടങ്ങളിലേക്കായിരിക്കും എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ പഠിച്ച കോഴ്സുകളേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഈ പേപ്പർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇതിലെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ പഠിച്ച ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആയിക്കൊള്ളട്ടെ, സി ലാംഗ്വേജ് ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ആയിക്കൊള്ളട്ടെ, സോഫ്റ്റ്വെയർ പ്രോഗ്രാമറുടെ റോൾ എന്ന് പറയുന്നത് പിന്നെയാണ് വരുന്നത്. അതിനു മുന്നേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ, നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടോ നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓർത്തിരിക്കുക, നമ്മുടെ പേപ്പർ PC 1471 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് പഠിക്കുന്ന കേരള സർവകലാശാലയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഞാൻ എടുക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു.